വിവിധ സംസ്ഥാനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. പരിശോധന ശക്തമാക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കേരളത്തിലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശോധനകൾ പുരോഗമിക്കുകയാണ്. അതിന്റെ വിവരങ്ങളുമായാണ് അഞ്ജു ഉള്ളത്. അഞ്ജു, എവിടെയൊക്കെയാണ് പരിശോധന നടക്കുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? അഖില, അതായത് DGP എല്ലായിടത്തും നഗരപ്രദേശങ്ങളിൽ ആയിക്കോട്ടെ എല്ലായിടത്തും ആളുകൾ കൂടുന്നിടത്ത്, ആരാധനാലയങ്ങളുള്ളിടത്ത്, റെയിൽവേ സ്റ്റേഷനുകളുള്ളിടത്ത്, ബസ് സ്റ്റാൻഡിൽ ഇവിടങ്ങളിലൊക്കെ പരിശോധന ശക്തമാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന് തൊട്ട് മുമ്പിലാണ്. ഇപ്പോൾ ഇവിടെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലെ പരിശോധന കഴിഞ്ഞ് ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും അടുത്ത സ്ഥലത്ത് പരിശോധന നടത്താൻ വേണ്ടി പോകുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഇത് ബോംബ് സ്ക്വാഡിൻ്റെതും തൊട്ടുപുറകെ പിന്നാലെ വരുന്നത് ഡോഗ് സ്ക്വാഡിൻ്റെയും വാഹനമാണ്. അപ്പോൾ അത്തരത്തിൽ പരിശോധന എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ദൃശ്യങ്ങളിൽ കാണാം അവിടെ ഇവിടങ്ങളിലായിട്ട് മുഴുവൻ പോലീസുകാരാണ് ഉള്ളത്. അതായത് കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ജില്ലാ പോലീസ് മേധാവിമാരോട്. ഈ ആളുകൾ തടിച്ചു കൂടുന്നിടത്ത് അസ്വാഭാവികമായി കാണുന്നതൊക്കെ അത്തരത്തിലൊക്കെ പരിശോധിക്കുന്നതും നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. അത്തരത്തിൽ പരിശോധനയ്ക്കുള്ള നിർദ്ദേശവും കൂടി വന്നിട്ടുണ്ട്. കാരണം അതീവ സുരക്ഷാ മേഖലയിലാണ് ഇത്തരത്തിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടായിരുന്നത്, ഒരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അത് സംബന്ധിച്ച് അപ്പോൾ തന്നെ ആ സംഭവം നടന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഇത്തരത്തിൽ DGPയുടെ ഒരു നിർദ്ദേശം എല്ലായിടത്തും നൽകുകയായിരുന്നു. ആ നിർദ്ദേശം അനുസരിച്ച് പോലീസ് പട്രോളിംഗ് ഉൾപ്പെടെ ശക്തമാക്കിയിട്ടുണ്ട്. നൈറ്റ് പട്രോളിംഗ് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണ്. പക്ഷേ അതിൽ കൂടുതൽ ശക്തമാക്കാൻ നിർദ്ദേശം നൽകിയതിനാൽ പോലീസ് പട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട്. തിരക്കുള്ള സ്ഥലങ്ങളിലാണ് ശക്തമായ പട്രോളിംഗ് ഉള്ളത്. ഇപ്പോഴുള്ള തമ്പാനൂർ ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ പരിസരങ്ങളിലൊക്കെ ആ പട്രോളിംഗ് നടക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരാധനാലയങ്ങളിൽ ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിലും സമാനമായ സ്ഥിതിയാണുള്ളത്. അഖില, ക്രമസമാധാന ചുമതലയുള്ള ADGPക്കാണ് ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം DGP നൽകിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശോധനകൾ വിവിധ ഇടങ്ങളിൽ നടക്കുകയാണ്. ഇപ്പോൾ എയർപോർട്ടുകൾ കേന്ദ്രീകരിച്ചും പരിശോധന ഉണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അല്പം മുമ്പ് തിരുവനന്തപുരം അന്താരാഷ്ട്ര എയർപോർട്ടിൽ ഉൾപ്പെടെ വിമാനത്താവളത്തിൽ ഉൾപ്പെടെ പരിശോധന നടക്കുന്നുണ്ട്. ആ പരിശോധനയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. അത്തരത്തിലാണ് ഇവിടെ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വ്യാപകമായിട്ട് എല്ലായിടത്തും ആളുകൾ തടിച്ചുകൂടുന്ന പോകുന്ന വാഹനങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട്. ട്രാഫിക് പോലീസിൻ്റെ പരിശോധനയുണ്ട്. അങ്ങനെ വ്യാപകമായിട്ടുള്ള പരിശോധനകൾ കേരളത്തിൻ്റെ വിവിധ ഇടങ്ങളിലുണ്ട്. എല്ലാ ജില്ലാ പോലീസ് മേധാവിമാരോടും ഇക്കാര്യം DGP നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് പ്രകാരമാണ് രാത്രി ഇത്തരത്തിലൊരു പരിശോധന നടക്കുന്നത്. ഈ സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള ആളുകൾ അതൊക്കെ മേൽനോട്ടം വഹിക്കുന്നുമുണ്ട്. ഇപ്പോൾ ഞാനുള്ളത് ബസ് സ്റ്റാൻഡ്, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ബസ് സ്റ്റാൻഡിലേക്കാണ് പോകുന്നത്. ഇവിടങ്ങളിലൊക്കെ ആളുകൾ ഉള്ളതിനാൽ അല്പസമയം മുമ്പ് ഇവിടെ ഡോഗ് സ്ക്വാഡിൻ്റെ ഉൾപ്പെടെ പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പരിശോധന എല്ലായിടത്തും തുടങ്ങുകയാണ്. ഇനിയിപ്പോൾ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള പരിശോധന നടക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഖില.